എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ആകെപ്പാടെ പൊന്നുവിന് ഭയങ്കര വിഷമ. കാരണം കഴിഞ്ഞ തവണത്തെ ക്രിസ്മസിനൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് ക്രിസ്മസും ആഘോഷിച്ച പുൽക്കൂടൊക്കെ ഒരുക്കി ഭയങ്കര ഗംഭീരമായിരുന്നു. പക്ഷെ ഈ തവണ അങ്ങനെ ഒന്നുമില്ല. ആ പൊന്നുവിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമലിനെ സഹിച്ചില്ല. അമലാണെങ്കിൽ മനസ്സിലോർത്തു, ഈ തവണത്തെ ക്രിസ്മസ് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം. കാരണം പൊന്നുവിന്റെ മനസ്സ് ഒരു കാരണവശാലും വേദനിക്കരുത്. അങ്ങനെ അമൽ എന്ത് ചെയ്യാണ്, പിന്നീട് പൊന്നിനെ വന്ന് വിളിക്കുകയാണ്. പൊന്നിനെ വന്നിട്ട് പറഞ്ഞു, പൊന്നൂസേ നമുക്ക് ഈ തവണ പുൽക്കോട് ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടതും പൊന്നൂസ് പറഞ്ഞു, പുൽക്കോട് ഉണ്ടാക്കുന്നുണ്ടോ ചെറിയെന്ന് ചോദിക്കാം. പുൽക്കോട് ഉണ്ടാക്കണ്ടേ, പൊന്നൂസും കൂടെ വരാൻ പറയണം. അങ്ങനെ പൊന്നൂസിനെ ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അമല് പുൽക്കൂടൊക്കെ ഒരുക്കുകയാണ്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് അമൃതയ്ക്ക് അല്ലെങ്കിൽ ബാക്കി ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപർണയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപർണ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പുൽക്കൂട് ഉണ്ടാക്കുന്ന പോലും അല്ലേലും ഇവന് പണ്ട് തൊട്ട് ഈ ഇവളോടെ ഇപ്പൊ ഈ പൊന്നൂസിന്റെ ഒപ്പം കളിക്കാൻ ഇവന് താല്പര്യം, അല്ലാതെ തളിക്കാത്ത വേറെ ഒന്നുമില്ലല്ലോ. കുഞ്ഞു പിള്ളേരോട് കളിച്ചെടുക്കണം നാണമില്ല എന്നൊക്കെ മനസ്സ് വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ജാനകി വന്ന് നോക്കി. ജാനകിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ക്രിസ്മസ് അല്ലേ, ഇത്തവണ ആഘോഷങ്ങളൊന്നും ഇല്ല. ഒരു പക്ഷെ അളകാപുരി ഒരു മരിച്ച വീട് പോലെ 2 ദിവസമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേങ്കിൽ അമല് വീണ്ടും അളകാപുരിയെ ഒന്നുകൂടെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പൊന്നൂസിന്റെ എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യണം. പുൽക്കൂടൊക്കെ ഒരുക്കുകയാണ്. പിന്നീട് ജാനകി ഒക്കെ വന്ന് സഹായിക്കുന്നുണ്ട്. ഈ സമയം സുമംഗല വന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ, ഈ വീട്ടിലാണെങ്കിൽ സന്തോഷമില്ല, പിന്നെ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. ഇത് കേട്ടതും അമല് പറഞ്ഞു, അതെ, സന്തോഷം നമ്മുടെ മനസ്സിലാ മുത്തശ്ശി ഉണ്ടാവേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്, അല്ലാതെ മറ്റാരും അല്ലെന്ന് പറയാണ്. മുത്തശ്ശിക്ക് സന്തോഷം ഇല്ലെങ്കിൽ അതിപ്പോ ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ലെന്ന് പറയും. അല്ലേലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാടാ നീ ഇതേ ആ പ്രഭാവതിയുടെ സൂര്യനും പുത്രനായിട്ട് വന്നേ? ഇത്രയായിട്ട് നീ പഠിച്ചില്ലോടാ. നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് ഒരുത്തരും ഇവിടെ നടക്കുന്നുണ്ടല്ലോ, അവൻ കാണിച്ചു കൊടുന്ന കോപ്പറായത്തിനൊക്കെ നീ കൂട്ടു നിൽക്കുക അല്ലേന്ന് ചോദിക്കും. ദേ മുത്തശ്ശി, വെറുതെ അനാവശ്യം പറയരുത്. അഭിയേട്ടൻ എന്റെ ഏട്ടൻ തന്നെയാന്ന് പറയണം. അതും പറഞ്ഞ് നീ പൊക്കി പിടിച്ചോണ്ട് നടന്നു, അതുകൊണ്ട് ഒരു കാര്യം പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞിട്ട് സുമംഗലാമ്മ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് തമ്പി അപർണനെ വിളിക്കുകയാണ്. അപർണനെ വിളിച്ചിട്ട്, എന്തൊക്കെയുണ്ട് മോളെ അവിടുത്തെ വിശേഷങ്ങള്, സുഖമാണെന്ന് ചോദിക്കണം. അച്ഛാ, ഇവിടെ ആകെപ്പാടെ ഒരു തീപ്പൊരി കത്തി നിൽക്കുവെന്ന് പറയണം. ഇനിയിപ്പോ അതൊന്ന് ഞാൻ ആള് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. ഇപ്പൊ ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്ന അമൃതേനെയാ. അമൃത നോക്കിയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ നടക്കൂന്ന് പറയണം. മോളെ അറിയാലോ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഉണ്ണിത്താമ്പക്കെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യമൊന്നും തോന്നില്ല. ആ നിരഞ്ജന ഉണ്ടല്ലോ, അവൾ എപ്പോഴും ആ ജാനകിയുടെ സൈഡാ. ജാനകിക്ക് പക്ഷം ചേർന്നാ പറയണേന്ന് പറയാം. അതൊക്കെ മാറും മോളെ, പതുക്കെ അതൊക്കെ മാറിക്കോളും. അതിനുള്ള വെടിമരുന്നൊക്കെ ഞാൻ ഉണ്ണിത്താന്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. പിന്നെ അറിയാലോ, ഒരു കാരണവശാൽ ഇത്തിരി പോലും താന്നു കൊടുക്കല്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, ആ അമ്മലെന്ന് പറയുന്ന എന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവ് കൊന്നനെ കൊണ്ട് എനിക്കൊരു പൊറുതിയില്ലാത്ത അവന് ഏട്ടനെ താങ്ങി എപ്പോഴും നടക്കുമെന്ന് പറയാണ്. അവിടെയാണ് നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കണ്ടേ. നീ അമലിനെ തന്ത്രപൂർവ്വം കയ്യിലെടുക്കണം. അജയ് കണ്ടില്ലേ, അത് ശരിയാ, അജയ് ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ആ അമലിനെ പോലുള്ള ഒരുത്തനെ കല്യാണം കഴിച്ചോണ്ട് എനിക്ക് ഇന്ന് ഈ അവസ്ഥ ഉണ്ടായേക്കെന്ന് പറയാണ്. അതെ മോളെ, അമല നീ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ബുദ്ധിമാനാ, ബുദ്ധിയാണ് പോലും, ഞാൻ പറയുന്നില്ല. അവന് ബുദ്ധിയെക്കാളും കൂടുതൽ അവന് സെന്റിമെന്റ്സാ, അവന്റെ ഏട്ടനോടും ഏട്ടത്തിയോടുള്ള സെന്റിമെന്റ്സ്. നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് എന്നാലും അവന്റെ ഏട്ടനിൽ നിന്നും വിട്ടു കളിക്കില്ല എന്ന് പറയണം. അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, അവിടെയുള്ള ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് നീ തിളച്ച എണ്ണ അങ്ങോട്ട് കോരി ഒഴിച്ചു. കാരണം ബാക്കി അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ മുത്തശ്ശിയുണ്ട്, പിന്നെ സൂര്യയുടെ ഭാര്യ ഉണ്ടല്ലോ പ്രഭാവതി, അവരുടെ മനസ്സിലേക്കും അതൊക്കെ ഞാൻ ഏറ്റച്ച കിട്ടുന്ന അവസരം ഞാൻ മുതലാക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ടെന്ന് പറയണം. ഇപ്പൊ ഞാൻ ചൂടുപിടിപ്പിച്ചേക്കുന്ന അമൃതേനെയാ, എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാവും എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം അമൃത നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പ്രഭാവതിയുടെ അടുത്ത് എന്നിട്ട് അല്ലമ്മേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയും. എന്ത് കാര്യങ്ങള്? അല്ല, എല്ലാരും കൂടെ ശരണിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ച അച്ഛന്റെ കൂട്ടാന്റെ മോനാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, എന്നിട്ടോ എന്തായി എന്റെ ജീവിതം എന്ന് ചോദിക്കാം. അത് പിന്നെ ഇപ്പൊ നീ എന്തിനാ അമൃത അതിനെക്കുറിച്ചൊക്കെ പറയണേ? അല്ല, ഞാനും ശരണും തമ്മിൽ ഡിവോഴ്സ് ആകാനായിട്ട് പോവാ. അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അതെന്താ, എനിക്ക് ഒരു ജോലിയും കാര്യങ്ങളും എന്തെങ്കിലും വേണ്ടേ? അത് മാത്രമല്ല, എനിക്ക് ഭാവിയിൽ ഒരു ജീവിതം വേണ്ടേ? അങ്ങനെ ജീവിക്കണമെങ്കിൽ എനിക്കും പണവും കാര്യങ്ങളൊക്കെ വേണം. എന്നും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഷെയർ കിട്ടണമെന്ന് പറയാം. എനിക്ക് കുറച്ച് സ്വർണം തന്നല്ലാതെ ഇതുവരെയായിട്ട് ഈ വീട്ടിൽ നിന്നൊന്നും തന്നിട്ടില്ലോ എന്ന് പറയാം.
ഇത് കേട്ടും പ്രഭാവതി പറഞ്ഞു, നീ എന്തൊക്കെയാ അമൃതയെ പറയണേ? ഇപ്പൊ നീ വീതം മേടിക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കും. അതെ, അച്ഛനോട് അമ്മ ഈ കാര്യം സംസാരിക്കണം എന്ന് പറയാം. ഞാൻ എങ്ങനെയാ ചെന്ന് നിന്റെ അച്ഛനോട് പറയണേ? അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഇത് കേൾക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് മടിയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പ്രഭാവതിന്, എനിക്കൊന്നും അറിയത്തില്ല, നീ ചോദിക്കുവോ മേടിക്കുവോ എന്ത് വേണം ചെയ്തു, അല്ലെങ്കിൽ തന്നെ മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാ. അമ്മ ഇങ്ങനെ കൈ ഒഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ അന്ന് അമ്മ ഈ കല്യാണത്തിന് തയ്യാറാവില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, അച്ഛന് ഞങ്ങളാരും അച്ഛന്റെ കണ്ണിപ്പെടുന്നില്ല. അച്ഛന്റെ മൂത്ത മോന് അഭിറാം മാത്രം അച്ഛന്റെ കണ്ണിപ്പെടുന്നുള്ളൂ. നീ എന്താ അമൃത ഇങ്ങനെയൊക്കെ പറയണേ? അന്യരെ കുറിച്ച് പറയുന്ന ഉണക്ക്. പിന്നല്ലാതെ അതെ, എന്റെ അമ്മയുടെ മോനൊന്നും അല്ലോ. പോരാത്തന്നെ ഇത്രയും കാലം കള്ളത്തരം പറഞ്ഞ് ഇവിടെ ഇരുന്നു. അവസാനം അച്ഛന്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനായിട്ട് ആ ജാനകിയും അഭിയേട്ടനും കൂടെ ശ്രമിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് പ്രഭാവതിക്ക് ഉത്തരം മുട്ടി. പ്രഭാവതി ഒന്നും മിണ്ടിയില്ല. ഇത് എല്ലാത്തിനും വള വെച്ചു കൊടുത്ത ആൾ അമ്മയാണ്. അമ്മേനെ ശരിക്കും വിഡ്ഢിയാക്കിക്കൊണ്ടാ അച്ഛനും ഈ അഭിയെ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയാണ്. പിന്നീട് പ്രഭാവതി, നീ ഒന്ന് പോയി തരാവോ, എനിക്ക് ഇച്ചിരി സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേനും അമൃത, എന്നാൽ ശരി ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പ്രഭാതിക്ക് എന്ത് ചെയ്യാൻ നടത്തില്ല. കാരണം അളകാപുരി തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അന്നൊരു കാലത്ത് താന് അദ്ദേഹമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അഭിനെ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ന് വരെ അത് പാലിക്കുകയും ചെയ്തു. അവനെ താൻ തന്നെ മൂത്ത മോനായിട്ട് സ്നേഹിച്ച, അല്ലാതെ അന്യനെ പോലെ മാറ്റി നിർത്തിയിട്ടില്ല. എന്നിട്ട് പോലും തന്നോട് ഈ ചതി എങ്ങനെ ചെയ്യാന്ന് അദ്ദേഹത്തിന് തോന്നി. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമായി. പിന്നീട് ഓർത്തു, എന്താന്ന് വെച്ചാൽ ആട്ടെ, ഇനിയിപ്പോ വരാനുള്ളത് വഴി തങ്ങുന്നത് എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. ഈ സമയം അമൃത നേരെ അയാളെ സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം സൂര്യനാരായണൻ, എന്താ മോളെ എന്താ കാര്യം ചോദിക്കുക? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിക്കാണെന്ന് പറയാം. എന്താ കാര്യം? അല്ല, ഞാനും ശരണൻ തമ്മിൽ അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആവെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സൂര്യനാരായണൻ ചോദിച്ചു, അത് നീ തീരുമാനിച്ചാൽ മോളെന്ന് ചോദിക്കും. എനിക്ക് എന്താണോ അയാളുമായിട്ട് ഒരു കാരണവശാലും ഒത്തുപോകാൻ പറ്റില്ല അച്ഛാ. അയാളൊത്തുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാലം ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞ് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിട്ടോണ്ടിരുന്നു. അയാൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പം ഞാൻ അതെല്ലാം കണ്ടില്ല കേട്ടില്ല നടിച്ചു. പക്ഷെ ഇനി എനിക്കത് പറ്റില്ല. അയാളോടൊപ്പം ഉള്ളൊരു ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് കോടതിയിൽ ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാണ്. അല്ല, ഡിവോഴ്സ് കിട്ടിയിട്ടാ ഞാൻ ഒന്നൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എന്റേതായ ഷെയർ വേണമെന്ന് പറയാം. ഷെയറോ? അതെ. ഇനിയിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? അഭിയേട്ടൻ അച്ഛൻ വീതം കൊടുത്തില്ലേ, അപ്പൊ പിന്നെ ഞങ്ങളും മക്കളും ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ തോന്നി അമൃതേ എന്റെ മുന്നിൽ വന്ന് ഷെയർ ചോദിക്കാനായിട്ട്? നിനക്ക് നാണമില്ലേന്ന് ചോദിക്കാം. ഞാനെന്തിനാ അച്ഛനെ താണിക്കുന്നേ? എന്റെ അച്ഛനോടല്ല ഞാൻ പറയണെന്ന് ചോദിക്കും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഷെയർ ചോദിച്ച് നീയൊക്കെ വരുന്നുണ്ടല്ലോ, ഇന്ന് ഈ അളകാപുരി ഈ വിധത്തിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരുടെ കഷ്ടപ്പാടെന്നറിയോ? നിങ്ങളുടെയൊക്കെ ഏട്ടൻ അഭിറാമിന്റെ. ഇതേ ഏട്ടനാണെന്നും പറഞ്ഞിട്ട് വെറുതെ അച്ഛൻ പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. അമൃതേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവൻ നിന്റെ സഹോദരനാ, ഒരച്ഛന്റെ മക്കള് തന്നെയാ. പോരാത്തിന് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി അവൻ ജീവിച്ച് സ്വന്തം എന്ന് പറഞ്ഞ് അവനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓ, അതുകൊണ്ടായിരിക്കില്ലേ അച്ഛൻ ആ റിസോർട്ട് അങ്ങ് എഴുതി കൊടുത്തേന്ന് ചോദിക്കുക. നീ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേങ്കിൽ അവന്റെ മഹത്വം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. എനിക്ക് കൂടുതൽ അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് അമൃത അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ക്രിസ്മസ് കരോളുകാർ വരുവാണ്. ആ കൂടെ ക്രിസ്മസ് പാപ്പയായിട്ട് വന്ന അമലായിരുന്നു. അങ്ങനെ അമല് വന്നു. അപ്പം പൊന്നൂസിനും ക്രിസ്മസ് വേഷം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നൂസും ഒരു കുട്ടിപ്പാപ്പയുടെ വേഷമൊക്കെ ധരിച്ച് അങ്ങോട്ട് അവരോടൊപ്പം ഡാൻസ് കളിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്ന് തുള്ളുവൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. ആ സമയം അങ്ങോട്ടേക്ക് വന്നിട്ട് അപർണ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കരോളുകാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അമൽ എന്ത് ചെയ്യണം, തന്റെ തൊപ്പി അങ്ങോട്ട് ഊരി കഴിഞ്ഞ് മുഖം മൂടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി അപർണ. ഇത് അമലായിരുന്നോ? പെട്ടെന്ന് അപർണയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അമൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അമലിന്റെ അടുത്തേക്ക് അപർണ ചെന്നിട്ട് നിനക്ക് നാണമില്ല അമലെന്ന് ചോദിക്കും. എന്തിന്? അല്ല, ഒന്നുമല്ല, നീ ഒരു കമ്പനിയുടെ CEO അല്ലേ, എന്നിട്ട് നിനക്ക് ഇങ്ങനെ ഈ ക്രിസ്മസ് കരോളിന്റെ കൂടെ ഇങ്ങനെ ഈ പാപ്പാവേഷം കെട്ടി നടക്കാൻ നാണമില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും അമലു, ഞാനെന്തിനാ നാണിക്കുന്നേ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിനക്ക് ഒരിക്കലും യോജിക്കാത്ത പദവിയാ CEO പദവി. അത് നിന്റെ തലയിലെ കെട്ടിവെച്ച ആള് ഞാനാണല്ലോ എന്ന് പറയാണ്. ഇതേ പറഞ്ഞേ, നീ കൂടുതൽ സംസാരിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഓ, നിനക്ക് വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ക്രിസ്മസ് കരോളിന്റെ ഒരു പാപ്പാവേഷം കെട്ടിയെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ, നീ നിന്റെ ജോലി നോക്കിയാൽ മതി. എന്റെ ജോലി ഞാനും നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എന്റെ കാര്യത്തില് കൂടുതൽ ഇടപെടാൻ വരണ്ട. എങ്ങനെ ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാ. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്.
അപർണയ്ക്ക് മുഖത്ത് അടിയേറ്റോലേ പോയി. അപർണ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം അപർണയുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, അല്ലാതെ അമ്മേനെ പറഞ്ഞ അനുസരിക്കത്തൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അവനിട്ട് ഒരു പണി കൊടുക്കണം അമ്മനിട്ട് എന്നൊക്കെ തീരുമാനിച്ച് അപർണ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.